ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് അവിടെ സ്ഥിതി ചെയ്യുന്നത് നാട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതും വളരെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ ഒരു പ്ലാന്റ് ഇതിന്റെ വേറൊരു പ്ലാന്റിന്റെ മറവിൽ ആണ് അതായത് ഒരു നടത്തിയെന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ വലിയൊരു പ്ലാന്റ് ഇവിടുത്തെ നാട്ടുകാരും ആദ്യമായിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ച സമയത്താണ് കണ്ടത് എന്നാണ് നാട്ടുകാർ നമ്മൾ പറയുന്നത്. എന്തായാലും ഇതിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ചയാണോ അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ അടുത്ത വരും മണിക്കൂറുകളിൽ നമുക്കത് നൽകാനാവും. ശരി റഫീഖ്, മലപ്പുറം അരീക്കോടാണ് മാലിന്യ കുഴിയിൽ വീണ തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണോ അപകടത്തിന് കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എത്തി പരിശോധന പുരോഗമിക്കുകയാണ്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്. മലപ്പുറം അരീക്കോടാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അരീക്കോട് മാലിന്യ കുഴിയിൽ വീണ തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 3 പേരാണ് മരിച്ചിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വികാസ് കുമാർ, സമദ് അലി, ഹിതേഷ് ശരണ്യ എന്നീ 3 തൊഴിലാളികളാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരെ രക്ഷിക്കാനായില്ല. ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. പരിശോധന പുരോഗമിക്കുകയാണ്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. വികാസ് കുമാർ, സമദ് അലി, ഹിതേഷ് ശരണ്യ തുടങ്ങിയ 3 തൊഴിലാളികളാണ് മരിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം അരീക്കോടാണ് മാലിന്യ കുഴിയിൽ വീണ തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. ബംഗാൾ സ്വദേശികളാണ് മരിച്ചിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. പോലീസ് അവിടെ പരിശോധന നടക്കുകയാണ്. സുരക്ഷാ വീഴ്ചയാണോ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് പരിശോധന പുരോഗമിക്കുന്നത്. കൂടുതൽ വൃന്ദ ഗോവിന്ദ് ചെയ്യുന്നുണ്ട്. വൃന്ദ, 3 തൊഴിലാളികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ആതിര, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് പോലെ തന്നെ വലിയൊരു ചുറ്റുമതിലിനകത്താണ് ഈ ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. പലപ്പോഴായി ഇവിടെ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ തന്നെ നാട്ടുകാർക്ക് ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് ആണ് ഇവിടെ, കോഴി മാലിന്യ പ്ലാന്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പോലും പലപ്പോഴും അവിടെ നാട്ടുകാർക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇവിടേക്ക് നാട്ടുകാർ ഇരച്ചെത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 തൊഴിലാളികളാണ് ഇപ്പോൾ അപകടത്തിൽ ഈ മലപ്പുറം കോഴിക്കോട് അതിർത്തിയായ അരീക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതീവ ദാരുണമായ സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കോഴി മാലിന്യ പ്ലാന്റിൽ അപകടം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. പ്രത്യേകിച്ച് ഈ ഒരു അപകടത്തിൽ ഈ 3 തൊഴിലാളികൾ അപകടത്തിൽ പെടുന്ന എന്നുള്ള വാർത്ത തന്നെ അതിദാരുണം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ രാസലായനി ടാങ്ക് നന്നാക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിച്ചിരിക്കാം. ഒരു പക്ഷേ ഇവർക്ക് വലിയ രീതിയിലുള്ള ശ്വാസതടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇതേ തുടർന്ന് അബോധാവസ്ഥയിലായതായിരിക്കാം തുടങ്ങിയിട്ടുള്ള വാർത്തകളാണ് നമുക്ക് വരുന്നത്. സമദലി, വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ തുടങ്ങിയിട്ടുള്ള 3 തൊഴിലാളികൾക്കാണ് ഇപ്പോൾ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നോ എന്നതിലടക്കം തന്നെ വരും മണിക്കൂറുകൾ നമുക്കൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഇവരുടെ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ ഒരു കോഴി മാലിന്യ പ്ലാന്റ്. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നോ, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിലുള്ള തന്നെ പരിശോധനകൾ
ആവശ്യമായി വരുന്നു. ആദ്യഘട്ടത്തിൽ അതല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് തന്നെയുള്ളത് തന്നെയാണ്. ഈ അപകടം നടക്കുമ്പോൾ ഇവർ അബോധാവസ്ഥയിൽ ആയിരിക്കുകയാണ്. കോഴി മാലിന്യം വിവിധ ഇടങ്ങളിൽ നിന്നായി ശേഖരിച്ച് ഇവിടെ ഈ കോഴി മാലിന്യ പ്ലാന്റിൽ എത്തിച്ച് അവിടെ ഇത് ഈ പ്ലാന്റിൽ എത്തിക്കുന്നതടക്കമുള്ള നടപടികളാണ് ഇവിടെ നടന്നു വരുന്നത്. അതിലടക്കം നമുക്ക് കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത്തരത്തിലൊരു പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ പലർക്കും ഇവിടെ അറിവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും തന്നെ ഈ കോഴി മാലിന്യ പ്ലാന്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല എന്നുള്ള സംഭാഷണങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് അടക്കമുള്ള വലിയ സംഘം അവിടെ എത്തി ഇവിടെ പരിശോധന നടത്തുകയാണ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ വലിയൊരു നിര തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ പങ്കുവെക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലാണ് കളപ്പാറയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലിക്കെത്തിയ 3 തൊഴിലാളികളാണ് സംസ്കരണ പ്ലാന്റിൽ ജോലിക്കിടെ മാലിന്യ കുഴിയിൽ വീണ് മരിച്ചത്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. 3 അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. ബംഗ്ലാദേശ് സ്വദേശികളായ സമതലി, ഹിതേഷ് ശരണ്യ, വികാസ് കുമാർ എന്നിവരാണ് മരിച്ചത്. എപ്പോഴായിരുന്നു സംഭവം? രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇവർക്ക് അപകടത്തിൽപ്പെടുന്നത് എപ്പോഴാണ്? കൃത്യമായി ഇവർക്കൊരു ഈ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അപകടം, വലിയ രീതിയിലുള്ള ഈ ഒരു മരണം തന്നെ ഒഴിവാക്കാമായിരുന്നു. അത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പ്രാവർത്തികമായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം ഈ ഒരു മാലിന്യ പ്ലാന്റിൽ ഉണ്ടായിരുന്നോ എന്നതിലടക്കമുള്ള അന്വേഷണം നിലവിൽ തുടർന്ന് വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ എത്തുന്നു. ഇവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. പോലീസ് അടക്കമുള്ള സംഘം ഇവിടെ എത്തി തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആതിര. ശരി, മലപ്പുറം അരീക്കോട് മാലിന്യ പ്ലാന്റിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കുഴിയിൽ വീണാണ് 3 തൊഴിലാളികൾ മരിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. അപകടം രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സുരക്ഷാ വീഴ്ചയാണോ ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നടക്കമുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്.